പ്രിയ വിദ്യാർത്ഥികളെ, സ്കൂൾ ഓഫ് കാൽക്കുലസിൻ്റെ 9ാം ക്ലാസ് കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ വർഷം കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അതും കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കുറേ ഭാഗങ്ങളുടെ തുടർച്ച തന്നെയാണ്. പുതുതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കെല്ലാം ഒന്ന് അതേ രീതിയിൽ സിമ്പിളായ രീതിയിൽ പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ തുടക്കം എന്ന രീതിയിൽ ഇന്ന് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. നന്നായി ശ്രദ്ധിക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും നമ്മളത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ടീച്ചേഴ്സിന് നന്നായിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിന് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നേരിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആധുനിക സങ്കേതങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. വാട്സപ്പ്, ഇതേപോലെയുള്ള ടെലഗ്രാം ആപ്പുകളൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തുക. ടീച്ചേഴ്സുമായിട്ട് ഒരു നല്ലതായിട്ടുള്ള ബന്ധം പുലർത്തുക. എപ്പോഴും സംശയങ്ങളും കാര്യങ്ങളുമായി ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുക. ഓക്കെ, പഠനകാര്യങ്ങളിൽ അതീവ താല്പര്യം കാണിക്കുക. ഓക്കെ അല്ലേ? അപ്പം നല്ലതായിട്ടുള്ളൊരു തുടക്കം കെമിസ്ട്രിയിൽ ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ ഈ വർഷം നമ്മുടെ പാഠത്തിന്റെ ഒന്നാമത്തെ ലെസന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പൊ എന്താണ് ഈ പാഠത്തിന്റെ ഒരു കണ്ടന്റ്? നമ്മളിപ്പോ ഒരു പഞ്ചസാര എടുത്തു, പഞ്ചസാരയുടെ ഒരു ക്രിസ്റ്റൽ എടുത്തു. പഞ്ചസാരയുടെ ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുത്തു. നിങ്ങൾ അതിനെ 2 പീസാക്കി. നിങ്ങൾ അതിനെ 2 പീസാക്കി. പഞ്ചസാരയുടെ 2 കഷ്ണങ്ങളാക്കി. അപ്പോൾ ഇത് പഞ്ചസാര തന്നെയല്ലേ? ഇത് പഞ്ചസാര തന്നെയാണ്. കഷ്ണങ്ങളാക്കി കഴിഞ്ഞപ്പോൾ ഈ കഷ്ണത്തിനോ പഞ്ചസാരയുടെ ഗുണം കിട്ടാതിരിക്കുമോ? അല്ല, രണ്ട് പീസിനും പഞ്ചസാരയുടെ അതേ ടേസ്റ്റ് ആയിരിക്കില്ലേ? അതേ കളർ ആയിരിക്കില്ലേ? ഞാൻ ഇതിന് ഒരു പീസിന് വീണ്ടും കട്ടാക്കും. ഇപ്പൊ എനിക്ക് ആ രണ്ടാമത്തെ പീസിനെ വീണ്ടും ഞാൻ 2 പീസുകളാക്കി മാറ്റി. അപ്പൊ ഇതിനെയും ഞാൻ പഞ്ചസാര എന്ന് തന്നെയല്ലേ വിളിക്കുക, ഇതിനെയും പഞ്ചസാര എന്ന് തന്നെയല്ലേ വിളിക്കുക. ഇതിന്റെ പ്രോപ്പർട്ടീസ്, അതായത് ഇതിന്റെ ടേസ്റ്റും ഇതിന്റെ കളറും തന്നെയായിരിക്കില്ലെങ്കിലും കളറോ ടേസ്റ്റോ മാറുമോ? ഇല്ല. അങ്ങനെ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം കുറെ പീസുകളാക്കി മാറ്റി. എന്തിനാ പീസുകളാക്കി മാറ്റിയത്? പഞ്ചസാരയുടെ ക്രിസ്റ്റലിനെയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പീസുകളാക്കി മാറ്റുന്നത്. അങ്ങനെ അവസാനം പീസുകളാക്കി അവസാനം എനിക്ക് ചെറിയ പൗഡർ ഫോമിലുള്ള പഞ്ചസാര കിട്ടി, പൗഡേർഡ് ഫോമിലുള്ള ഷുഗർ കിട്ടി. ഞാൻ വീണ്ടും അതിനെ സ്പ്ലിറ്റ് ആക്കാൻ നോക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. ഈ ചെറിയ പീസുകളെ സ്പ്ലിറ്റ് ആക്കാൻ എനിക്ക് വീണ്ടും സാധിക്കുന്നില്ല. അപ്പോൾ എന്നാൽ എനിക്ക് കിട്ടിയ ആ ചെറിയ പൗഡർ ഉണ്ടല്ലോ, പൗഡർ ഫോമിലുള്ള പഞ്ചസാര, അതിന് ഓരോന്നിനും വൈറ്റ് കളർ തന്നെ ആയിരിക്കില്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കളർ സെയിം ആണ്, എല്ലാത്തിന്റെയും ടേസ്റ്റും സെയിം തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ വലിയൊരു പഞ്ചസാര ക്രിസ്റ്റലിനെ പൊടിയാക്കിയിട്ട് അവസാനം എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയൊരു പഞ്ചസാര പൊടി കിട്ടും. ഓക്കെ, നമ്മൾ അതിനെന്താ വിളിക്കുക? വീണ്ടും ചെറുതാക്കാൻ പറ്റാത്ത പഞ്ചസാര തരെ ഞാൻ വിളിക്കുന്ന പേരാണ് പഞ്ചസാരയുടെ ഒരു മോളിക്യൂൾ. എനിക്ക് പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറുതാക്കി കഴിഞ്ഞ ആ ചെറിയ തരിയെ ഞാൻ വിളിക്കുന്ന പേരെന്താണ്?
പഞ്ചസാരയുടെ മോളിക്യൂൾ, ഷുഗർ മോളിക്യൂൾ. ഇതേപോലെ ഉപ്പിന്റെ തരി അവസാനം ചെറുതാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയ തരി നമുക്ക് കിട്ടും. അതിനെ ഞാൻ എന്താ വിളിക്കുക, നമ്മൾ എന്താ വിളിക്കുക? സാൾട്ടിന്റെ മോളിക്യൂൾ. അല്ലേ അല്ലേ? ഒരു ചുണ്ണാമ്പ് കഷ്ണം എടുത്തു, അത് നിങ്ങൾ കഷ്ണങ്ങൾ സ്പ്ലിറ്റ് ആക്കി അവസാനം സ്പ്ലിറ്റ് ആക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയൊരു തരി കിട്ടി. നമ്മൾ അതിനെന്താ വിളിക്കുക? എന്താണ്? ചുണ്ണാമ്പിന്റെ കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്യൂൾ. വലിയൊരു ഐസിന്റെ ക്യൂബ് എടുത്തു, ആ ഐസ് ക്യൂബിനെ ഞാൻ ചെറുതാക്കി അവസാനം ഐസിന്റെ ചെറിയൊരു തരി കിട്ടി. നമുക്ക് എന്താ പറയാ? അതിന് ഐസിന്റെ ഒരു മോളിക്യൂൾ. അപ്പൊ മോളിക്യൂളിനെ ഇപ്പൊ ഞാൻ കുറേ മോളിക്യൂളാണ്. സാൾട്ട് മോളിക്യൂൾ, സാൾട്ട് മോളിക്യൂൾ, ഷുഗർ മോളിക്യൂൾ, കേൾക്കുന്നുണ്ടോ? മാർബിൾ മോളിക്യൂൾ, ഐസ് മോളിക്യൂൾ. എപ്പോഴാണ് അതിനെ മോളിക്യൂൾ പറഞ്ഞത്? അവസാനം ചെറുതാക്കാൻ പറ്റാത്തൊരു സൈസിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ അതിനെ മോളിക്യൂൾ എന്ന് വിളിച്ചത്. അപ്പൊ മോളിക്യൂളിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല, പക്ഷെ അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കോ? സാൾട്ടിനെ ഡിവൈഡ് ചെയ്താലുണ്ടല്ലോ, അവസാനം നമുക്ക് ചെറിയ സാൾട്ട് മോളിക്യൂൾ, അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തെന്നറിയാവോ? കേൾക്കണേ, 2 ആറ്റങ്ങൾ കിട്ടും. ആ ആറ്റങ്ങളാണ്, 2 ചെറിയ സാധനങ്ങൾ കിട്ടും. അതിന്റെ പേരാണ് സോഡിയം ആറ്റം, ക്ലോറിൻ ആറ്റം. പക്ഷെ ഈ സോഡിയത്തിനോ ക്ലോറിനോ സാൾട്ടിന്റെ യാതൊരു ഗുണം ഉണ്ടാവില്ല. ക്ലോറിൻ ഭയങ്കര സ്മെല്ലാണ്, അധികം എന്താ പറയാ, ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ് ക്ലോറിനുള്ളത്. ആ ക്ലോറിൻ സോഡിയമായി ചേർന്നപ്പോൾ വ്യത്യസ്ത പ്രോപ്പർട്ടി ഉള്ള സാൾട്ട് കിട്ടി. ഇനി ഷുഗറിന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെയും വ്യത്യസ്തമായിട്ടുള്ള 3 പാർട്ടിക്കിൾ കിട്ടും, 3 ടൈപ്പിലുള്ള പാർട്ടിക്കിൾ കിട്ടും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ കറുത്തതാണ്, ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസ് ആണ്. അവരെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ, നോക്കണേ, ഈ 3 എണ്ണം കമ്പൈൻ ചെയ്തപ്പോഴാണ് ഷുഗർ കിട്ടിയത്. ആ 3 എണ്ണം നോക്കി, ഈ 3 വ്യത്യസ്തമായ പ്രോപ്പർട്ടി ഉള്ള കാർബണും ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല പഞ്ഞി പോലെ നല്ല വെളുവെളുത്ത പഞ്ചസാര അല്ലേ? അതേപോലെ ബാക്കിയുള്ള ഐസ് നോക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ആക്കി നമുക്ക് 2 എണ്ണം കിട്ടും, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്. എന്താണ് ഗ്യാസിന്റെ പ്രത്യേകത അറിയാവോ? ഹൈഡ്രജൻ തീ പിടിക്കുന്ന ഗ്യാസ് ആണ്, പെട്ടെന്ന് കത്തും. ഓക്സിജനോ തീ പിടിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. തീ പിടിക്കുന്ന ഗ്യാസ് ആണ് ഹൈഡ്രജൻ, തീ പിടിക്കാൻ സഹായിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. അത് രണ്ടും കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന വെള്ളമോ തീ കെടുത്തുന്ന സാധനമാണ്. അതായത് വ്യത്യസ്ത പ്രോപ്പർട്ടി ഉള്ള 2 എണ്ണം കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടുന്നത് അതിലും വ്യത്യസ്ത പ്രോപ്പർട്ടി ഉള്ള വേറൊരു വസ്തുവാണ്. അപ്പൊ ഏതായാലും ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മോളിക്യൂളിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. അതില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെറിയ കണികകൾ ഉണ്ടാകാം, ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിളിനെ നമ്മൾ വിളിച്ച പേരാണ് ആറ്റം. പക്ഷെ ഈ ആറ്റത്തിനെ നമുക്ക് പിന്നീട് ഡിവൈഡ് ചെയ്യുന്നത് കുറച്ച് പ്രയാസമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, ഏത് വസ്തുവും ഉണ്ടാക്കിയിട്ടുള്ളത് മാറ്റർ ഏതുമായിക്കൊള്ളട്ടെ, ഏത് മാറ്ററുമായിക്കൊള്ളട്ടെ. ഞാനിപ്പോ കുറെ മാറ്ററിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സാൾട്ട് ഈസ് എ മാറ്റർ, ഷുഗർ ഈസ് എ മാറ്റർ, മാർബിൾ ഈസ് എ മാറ്റർ, ഐസ് ഈസ് എ മാറ്റർ. ഓക്കെ, മാറ്റർ പല ടൈപ്പിൽ പഠിച്ചിട്ടില്ല, പല സ്റ്റേറ്റിൽ പഠിച്ചിട്ടില്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് സോളിഡ് ആണ്, സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്റർ, സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്റർ, സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്റർ, സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്റർ. ഇതെല്ലാം നമ്മൾ വാട്ടാകുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മാറ്ററായി. ഇനി ഗ്യാസ് സ്റ്റേറ്റിലുള്ള മാറ്റർ എടുത്തോ,
കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സ്റ്റേറ്റിലുള്ള മാറ്റർ ആണ്. നൈട്രജൻ ഗ്യാസ് ഗ്യാസ് സ്റ്റേറ്റിലുള്ള മാറ്റർ ആണ്. എന്തുമായിക്കൊള്ളട്ടെ, ഏത് മാറ്ററിനെയും ചെറുതാക്കി കഴിഞ്ഞാൽ അവസാനം വളരെ ചെറിയ വസ്തുക്കൾ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റർ കിട്ടും. ഇനി ചെറിയ പാർട്ടിക്കിൾ കിട്ടും. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? ആറ്റം. അപ്പൊ ആറ്റം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റം ഈസ് ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി മാറ്റർ. ഏത് മാറ്റർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആറ്റങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ആ മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും കുറേ ചേർന്നപ്പോഴാണ് പഞ്ചസാര എന്നുള്ള ഒരു മാറ്റർ ഉണ്ടായത്. സോഡിയം ക്ലോറിന്റെയും ആറ്റങ്ങൾ കുറെ കൂടി ചേർന്നപ്പോഴാണ് സാൾട്ട് എന്ന മാറ്റർ ഉണ്ടായത്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങൾ ഇങ്ങനെ കൂടി ചേർന്നപ്പോഴാണ് ഐസ് അല്ലെങ്കിൽ വാട്ടർ എന്നുള്ള മാറ്റർ ഉണ്ടായത്. സോ വാട്ട് ഈസ് ആറ്റം? ആറ്റം സിമ്പിൾ ആയി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി മാറ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ആറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കയ്യിൽ ഇപ്പൊ ഒരു ഉത്തരവുണ്ട്. എന്തും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ ബിൽഡിംഗ് ബ്ലോക്ക്, ഏറ്റവും ചെറിയ ബ്ലോക്ക് അല്ലെ? ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ കുറെ കല്ലുകൾ കൂട്ടി വെക്കുമ്പോഴാണ് കെട്ടിടം ഉണ്ടാവുന്നത്. കല്ലുകൾ പല രീതിയിൽ വെക്കുമ്പോൾ പല ടൈപ്പിലുള്ള ബിൽഡിംഗ് ഉണ്ടാവും. കുറെ കല്ലുകൾ ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലുള്ള ബിൽഡിംഗ് ആണ് കിട്ടുക. വ്യത്യസ്ത ഷേപ്പിൽ വ്യത്യസ്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ബിൽഡിങ്ങുകളാണ് കിട്ടുക. അതേപോലെ ആറ്റങ്ങൾ വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വ്യത്യസ്ത മോളിക്യൂളുകൾ, വ്യത്യസ്ത മാറ്ററുകൾ നമുക്ക് കിട്ടും. ഇതിലെങ്ങനെയാണ് ആറ്റങ്ങൾ ക്രമീകരിച്ചത്? അങ്ങനെയല്ല ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എനിവേ ആറ്റങ്ങളാണ് എന്തിന്റെയും ബിൽഡിംഗ് ബ്ലോക്ക്. ക്ലിയർ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അറിയാവോ? ഈ ആറ്റത്തിനെ കുറിച്ചിട്ടുള്ള പഴയ കുറെ തിയറികൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഈ പാഠത്തിന് മൊത്തത്തിൽ പഠിക്കാനുള്ളത് ആറ്റത്തിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, ആറ്റത്തിനെ കുറിച്ച് ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. പഴയ കാലം മുതൽ ഇക്കാലം വരെ ആറ്റത്തിനെ കുറിച്ച് പഠിക്കപ്പെട്ട കാര്യങ്ങൾ, ആറ്റത്തിന്റെ സ്റ്റഡിയിലുണ്ടായ ആറ്റത്തിനെ കുറിച്ച് പഠിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു വിവരണം കൊടുക്കുകയാണ് ഈ പാഠത്തിൽ. തുടങ്ങി കഴിഞ്ഞിട്ടോ നമ്മള്. അപ്പോ ഈ ആറ്റത്തിനെ കുറിച്ച് പണ്ട് കാലം മുതലേ അറിവുണ്ടായിരുന്നു. BC 500 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ് കണാദ മഹർഷി. കേട്ടിട്ടുണ്ടോ? ഈ കണാദ മഹർഷിയുടെ പേര് തന്നെ കണാദൻ. കണങ്ങളെ കുറിച്ച് ആദ്യമായി പഠിച്ച ആൾ എന്നർത്ഥം. കണം മീൻസ് ആറ്റം. ഏത് വസ്തുവിനെയും ചെറുതാക്കി കൊണ്ടുവന്നാൽ അവസാനം വീണ്ടും ചെറുതാക്കാൻ പറ്റാത്ത ചെറിയൊരു പാർട്ടിക്കിൾ കിട്ടുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിനെ വിളിച്ച പേരാണ് പരമാണു, അണു, കണം. ഇപ്പൊ കണങ്ങളെ കുറിച്ച് ആദ്യമായി പഠിച്ച എന്നർത്ഥത്തിൽ കണാദൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് വന്നു. ഇതേപോലെ പഴയകാല ഗ്രീക്ക് ഫിലോസഫേഴ്സ് ലൂസിഫസ്, ഡെമോക്രിറ്റസ് ഇവരെല്ലാം ആറ്റത്തിനെ കുറിച്ച് പഠിച്ച ആൾക്കാരാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ആറ്റത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കുറെ ഐഡിയാസ് ആദ്യമായി തന്ന ആളാണ് മിസ്റ്റർ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. എപ്പോഴെന്നറിയോ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1807 അദ്ദേഹത്തിന്റെ ആ ഐഡിയാസിന് നമ്മൾ പറഞ്ഞ പേരാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഈ തിയറി അദ്ദേഹം ഉണ്ടാക്കുന്നത് കുറെ എക്സ്പെരിമെന്റുകളൊന്നും നടത്തിയിട്ടൊന്നുമല്ല, ലോജിക്കൽ തിങ്കിങ് വഴിയാണ്. കുറെ മാറ്റർ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഇങ്ങനെയാവാം ഇതുണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയാവാം ഇതുണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, ഇങ്ങനെ ഒരുപാട് ഒബ്സർവേഷൻ ആൻഡ് ലോജിക്കൽ തിങ്കിങ് വഴിയാണ് അദ്ദേഹത്തിന്റെ ആ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ എങ്ങനെയല്ല, ഒരുപാട് എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടല്ല. ഓക്കെ, അപ്പോൾ ഈ ആറ്റത്തിനെ കുറിച്ച് അംഗീകരിക്കപ്പെട്ട
ആദ്യത്തെ തിയറിയാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തില് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയാണ്. പറയട്ടെ, തുടങ്ങാലോ? കുഴപ്പമില്ലല്ലോ. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ഐഡിയാസ്, the main postulates of this theory are main postulates. Postulates means ideas. ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പറയട്ടെ. ഒന്നാമത്തത്, all matter is made up of very tiny minute particles, and that particles are called atoms. എന്താണ് atom എന്നതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? മാറ്റർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് എന്ന്. ഏത് മാറ്റർ ചോദിക്കുമ്പോഴോ എല്ലാ മാറ്ററും, all matters are made up of extremely small, very tiny, minute particles, and that minute particles are called atoms. Okay? Matters, all matter are made up of extremely small. Extremely small എന്ന് പറഞ്ഞാൽ എന്താ? അതിനേക്കാൾ ചെറുതില്ല. സ്മോൾ എന്നല്ല പറഞ്ഞത്, ചെറിയ പാർട്ടിക്കിൾ എന്നല്ല പറഞ്ഞത്. എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതില്ല. ആറ്റമാണ് ചെറുത്, അറ്റത്തിനേക്കാൾ ചെറുതൊന്നുമില്ല. Extremely small, indivisible particles, extremely small particles called atoms. Atoms. എന്താണ് ആറ്റം എന്ന് ചോദിച്ചത് പറയും? ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാൻ അറിയോ? ആറ്റം ഈസ് ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി മാറ്റർ എന്ന് പറഞ്ഞാലും മതി. ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറുതില്ല. ചെറിയ വസ്തു കൊണ്ട് അടുക്കപ്പെട്ടിട്ടുള്ള വലിയ സംഗതിയാണ് മാറ്റർ. ആ ചെറിയ വസ്തു ഏതാണ്? അതാണ് ആറ്റം. ക്ലിയർ? നെക്സ്റ്റ്, ഇനി ആ ആറ്റത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് പറഞ്ഞത്. ഇതിലെല്ലാം പ്രത്യേകതയായി എക്സ്ട്രീംലി സ്മോൾ ആയി. ഇനി രണ്ടാമത്തത്, atoms cannot be divided in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റം ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനറിയോടോ? ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്തതാണ് ആറ്റം. എന്തിനെയാ പൊട്ടിക്കാൻ പറ്റാത്തത്? അവസാനം ഏറ്റവും ചെറുതിനെയാണ്. അതായത് ഒന്നാമത്തെ പോസ്റ്റുലേറ്റിന്റെ തുടർച്ച തന്നെയാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. ആറ്റം വളരെ ചെറുതാണ് എന്നുള്ളതിനെ വീണ്ടും വേറെ രീതിയിൽ പറഞ്ഞു. ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ. It is indivisible. Atoms are indivisible. Okay? ഈ ആറ്റത്തിൽ എന്ത് പരിപാടി നടന്നാലും ആറ്റത്തിനെ പൊട്ടിക്കാൻ പറ്റൂല. ആറ്റത്തിനെ ചേർത്തിട്ട് പലതും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ആറ്റത്തിനെ പൊട്ടിക്കാൻ പറ്റൂല. ഓക്കെ അല്ലേ? Atoms are indivisible. Okay? Atoms cannot be divisible. Cannot be divisible. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ, രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കുറെ റിയാക്ഷൻസ്. ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ ഒരിക്കലും ആറ്റം ഇല്ലാതാക്കപ്പെടുന്നില്ല, പുതുതായിട്ട് ആറ്റങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുമില്ല. നോക്കി, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട്
ഹൈഡ്രജനും ക്ലോറിനും ചേർന്നിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകും. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇവിടെ നോക്ക്, ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ ക്ലോറിന്റെ 2 ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്യും. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ, ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണല്ലോ. ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ 2 ആറ്റങ്ങൾ, ഹൈഡ്രജൻ എന്ന എലമെന്റിലെ 2 ആറ്റങ്ങൾ ക്ലോറിൻ എന്ന എലമെന്റിലെ 2 ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ, ഇതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഒരു മോളിക്യൂളാണ്. ആ 2 മോളിക്യൂൾ ഉണ്ടായി. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ ക്ലോറിന്റെ 2 ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്തപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിൽ നിന്ന് വേണ്ട ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ 2 മോളിക്യൂൾ ഉണ്ടായി. നിങ്ങൾ അവിടെ നോക്കി, റിയാക്ഷന് മുമ്പ് എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? 2 അല്ലേ? റിയാക്ഷന് ശേഷം നോക്കി 2. പുതുതായിട്ട് ഹൈഡ്രജൻ ഉണ്ടായില്ല. 3000, 4000, 10,000 ഇല്ല. കുറഞ്ഞിന 2 ഒന്നായിട്ട് കുറഞ്ഞിന ഇല്ല. അതായത് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞിട്ടില്ല, ഹൈഡ്രജന്റെ എണ്ണം കൂടിയിട്ടില്ല. അതേപോലെ ഇവിടെ നോക്ക്, ക്ലോറിൻ 2 ഉണ്ട് റിയാക്ഷന് മുമ്പ്. റിയാക്ഷന് ശേഷം നോക്ക് 2 ക്ലോറിൻ. ക്ലോറിൻ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ക്ലോറിൻ ഉണ്ടായ ക്ലോറിൻ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. That means atoms can neither be created nor be destroyed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു നോക്കിയാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ആറ്റങ്ങൾ പുതുതായി ഉണ്ടാക്കപ്പെടില്ല, ഉള്ള ആറ്റങ്ങൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയുമില്ല. പിന്നെയോ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാവില്ല, എണ്ണത്തിൽ മാറ്റം വരില്ല. ഓക്കെ, അപ്പൊ atoms can neither be created nor be destroyed in a reaction, in a chemical reaction. Okay, nor be destroyed in a chemical reaction. അപ്പൊ അതും ചങ്ങായിമാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. എങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. മൂന്നാമത്തത്, ഇനി ഒരു എലമെന്റ് എടുക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പാത്രത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കും. ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്. ഇതിൽ കുറെ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവല്ലോ. ഞാൻ ഓരോ ഹൈഡ്രജൻ ആറ്റം എടുത്തു നോക്കാം. വിചാരിക്കുക ഹൈഡ്രജൻ ആറ്റം, ഇതൊരു ഹൈഡ്രജൻ ആറ്റം, ഇങ്ങനെ എടുക്കാന്ന് പറ്റൂല. വിചാരിക്കുക ഒരു ഹൈഡ്രജൻ ആറ്റം ഞാൻ എടുത്തു, വേറൊരു ഹൈഡ്രജൻ ആറ്റം കൂടി ഞാൻ എടുത്തു. നോക്ക്, ഇതേപോലെ ഇതിന്റെ സൈസ് എന്താണോ അതേപോലെ ഇതിന്റെ സൈസ്, ഇതിന്റെ ഷേപ്പ് എന്താണോ അതേ ഷേപ്പ്, ഇതിന്റെ കളർ എന്താണോ അതേ കളർ, ഇതിന്റെ മണം എന്താണോ അതേ മണം, ഇതിന്റെ ടേസ്റ്റ് എന്താണോ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഐഡന്റിക്കൽ ആണ്. ഒരു എലമെന്റിലെ എല്ലാ ആറ്റങ്ങളും എല്ലാ രീതിയിലും സെയിം ആണ്. ഞാൻ മൂന്നാമതൊന്നും എടുത്തു നോക്കുന്നു. നോക്ക്, എല്ലാം ഒരേപോലെ, 3 ഒരേപോലെ. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു എലമെന്റിലെ എല്ലാ ആറ്റങ്ങളും എല്ലാ രീതിയിലും ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പൊ ഞാൻ അവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ കണ്ടു. അവിടെ കണ്ട പോലത്തെ ഒരാൾ അവിടെ കണ്ട പോലുള്ള ഒരാൾ അവിടെ കണ്ടാൽ എനിക്ക് ഉറപ്പിക്കാം അവിടെ കണ്ടത് ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെയുള്ളതും ഹൈഡ്രജൻ ആണ്. ഓക്കെ, എന്താണ്? Atoms of same elements are identical in all properties. ഏത് പ്രോപ്പർട്ടി എടുത്താൽ, ഏത് പ്രത്യേകത എല്ലാവരും ഒരേപോലെ ഉണ്ടാവും. സൈസിന് പോലെ, ഷേപ്പിന് പോലെ, ടേസ്റ്റിന് പോലെ, കളറിന് പോലെ, എല്ലാം ഒരുപോലെ. ഓക്കെ,
ഇനി ഞാൻ എന്താക്കിയെന്ന് അറിയടോ, വേറൊരു പാത്രത്തിൽ ഞാൻ വേറൊരു എലമെന്റ് എടുക്കുന്നു. ഓക്സിജന്റെ എലമെന്റ് എടുത്തിട്ട് നോക്കിയിട്ട് ഞാൻ അതിൽ ഓരോ ആറ്റങ്ങൾ ഒരേ കമ്പൈൻ ചെയ്തിട്ടാണ് എലമെന്റ് ഉണ്ടായത്. ഓക്സിജന്റെ ഒരു ആറ്റം എടുത്തു, അവിടെ നിന്ന് ഞാൻ വീണ്ടും ഓക്സിജന്റെ ആറ്റം എടുത്തു. നോക്ക്, രണ്ടും ഒരേപോലെ, ഒരേ കളറ്, ഒരേ സൈസ്, ഒരേ ഷേപ്പ്. അപ്പൊ ഞാൻ നേരത്തെ എടുത്ത ഹൈഡ്രജനുമായിട്ട് നോക്കി, ഹൈഡ്രജൻ ഇതിന്റെ സൈസ് അല്ല ഇതിന്റെ സൈസ്, ഇത് ചെറുത് ഇത് വലുത്, ഇതിന്റെ കളറല്ല ഇതിന്റെ കളറ്, ഇതിന്റെ മണമല്ല ഇതിന്റെ മണം എന്ന് പറഞ്ഞ എന്താ, ഡിഫറെന്റ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് എലമെന്റ്സിലെ ആറ്റങ്ങളുടെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ഹൈഡ്രജനിലെ എല്ലാ ആറ്റങ്ങളും ഒരേപോലെ, ഓക്സിജനിലെ എല്ലാ ആറ്റങ്ങളും ഒരേപോലെ, പക്ഷെ ഹൈഡ്രജന്റെ ആറ്റങ്ങളെ പോലെയല്ല ഓക്സിജന്റെ ആറ്റങ്ങൾ. That means atoms of different elements are different. Atoms of, അതുകൊണ്ടാണല്ലോ വേറെ വേറെ പേരിട്ടത്. ഹൈഡ്രജന്റെ ആറ്റങ്ങളും ഓക്സിജന്റെ ആറ്റങ്ങളും ഒരേപോലെ ആയി കഴിഞ്ഞാൽ പിന്നെന്തില്ല, വേറെ വേറെ പേര് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, atoms of different elements are, atoms of different elements are different in all properties. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായെന്ന് അറിയാതെ, ഒരേപോലുള്ള ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് എലമെന്റ്സ്. ഒരേ ഇനിയുണ്ടല്ലോ, ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ അത് ആറ്റമായിരിക്കും. ഓക്കെ, C+O2 is CO2. ഇവിടെ എന്തായാലും കാർബൺ എലമെന്റ്, ഓക്സിജന്റെ എലമെന്റ്, ഈ കാർബൺ എലമെന്റിലെ ഒരു കാർബൺ ആറ്റം, കാർബൺ നേരത്തെ എലമെന്റ് ഒരുപാട് ആറ്റങ്ങൾ ചേർന്നിട്ട് ഒരേപോലുള്ള ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഈ എലമെന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ കാർബൺ എന്ന എലമെന്റിലെ ഒരു ആറ്റമാണ് ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തത്. ഒരിക്കലും ഒരു കാർബൺ എലമെന്റിലെ ഒരാറ്റത്തിന്റെ പകുതി റിയാക്ഷനിൽ പങ്കെടുക്കില്ല. റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു എലമെന്റിന്റെ മിനിമം ഒരു ആറ്റമെങ്കിലും വേണം, പകുതി ആറ്റം പങ്കെടുക്കുന്നില്ല. കാരണം എന്താ, ആറ്റം ഈസ് എക്സ്ട്രീംലി സ്മോൾ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ ആള് അത് ആറ്റമായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ നോക്കേ, H2 plus O2 gives H2O. ഇവിടെ എങ്ങനെയാ? ഇതാ. അപ്പൊ നമുക്ക് ഇവിടെ ഓക്സിജനെ പകുതിയാക്കിയില്ലേ? അല്ല, പകുതിയാക്കിയത് ഓക്സിജൻ എലമെന്റിനെയാണ്. ഇവിടെ O2 പറഞ്ഞ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ്, രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ്. അപ്പൊ അതിന്റെ പകുതിയാക്കിയത് എന്താവും? ഒരു ആറ്റമാവും. പകുതി ആറ്റമാവോ? രണ്ടിനെ പകുതിയാക്കിയാൽ ഒന്നില്ലാവുള്ളൂ. അപ്പൊ ഓക്സിജന്റെ ഒരാറ്റം. ഓക്കെ, അപ്പൊ എന്താണ്? ആറ്റം is the smallest particle. Atom is the smallest particle that enter in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ ആള് അത് ആറ്റമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, അപ്പൊ ഒരേപോലുള്ള ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ എന്താവും? എലമെന്റ് ഡിഫറെന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താലോ? നോക്കേ, കാർബൺ ഓക്സിജനുമായി
ആറ്റവുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. കാർബണിന്റെ ഒരാറ്റം ഓക്സിജന്റെ രണ്ടാറ്റവുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ടായ പുതിയ സാധനമാണ് കോമ്പൗണ്ട് ഓർ മോളിക്യൂൾ. CO2 മോളിക്യൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്. ഹൈഡ്രജന്റെ രണ്ടാറ്റം ഓക്സിജന്റെ ഒരാറ്റവുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ് വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്. അല്ലേ കാർബൺ മോണോക്സൈഡ്. കാർബണിന്റെ ഒരു ആറ്റം ഓക്സിജന്റെ ഒരു ആറ്റവുമായി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. അപ്പൊ വ്യത്യസ്ത എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് വ്യത്യസ്ത ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ടാവും. ഒരു സിംഗിൾ കോമ്പൗണ്ട് അല്ലെ കാര്യത്തിലേക്ക് വന്നില്ല. ഡിഫറന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടായി. ഡിഫറന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് ഓർ മോളിക്യൂൾ ഉണ്ടായി. ഈ ഉണ്ടാകുന്ന സമയത്ത് നോക്കിക്കോ എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്ത് നോക്കിക്കോ. കാർബണിന്റെ മാസ് 12. അത് പിന്നെ പഠിക്കുന്നത്. കാർബണിന്റെ മാസ് 12 അടുക്കി പിന്നെ ഓക്സിജന്റെ മാസ് 16. അപ്പൊ രണ്ടെണ്ണത്തിൽ നിന്നാണ് 32 അല്ലേ? അല്ലേ? അപ്പൊ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത റേഷ്യോ അല്ല 12:32. 12 എത്ര 4 പോകും 3. ഇതിലെ 8 3:8. 3:8 എന്ന റേഷ്യോയിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്. ഇനി ഇവിടെ കാർബണിന്റെ മാസ് 12, ഓക്സിജന്റെ മാസ് 16. എന്താ റേഷ്യോ? 3:4. 3:4 കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടായത്. ഇനി ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജന്റെ മാസ് 1, രണ്ടെണ്ണത്തിന്റെ 2, ഓക്സിജന്റെ മാസ് 16. റേഷ്യോ 2:16 എന്നാൽ 1:8. നോക്കിയേ എലമെന്റുകൾ ആറ്റങ്ങളുടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റേഷ്യോ ഇറ്റ് ഈസ് എ സിമ്പിൾ റേഷ്യോ. ആറ്റങ്ങൾ ഡിഫറന്റ് ആറ്റങ്ങൾ സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. എന്നാണ് ആറ്റങ്ങൾ സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. ഏതാറ്റങ്ങൾ? ഡിഫറന്റ് ആറ്റങ്ങൾ സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ കോമ്പൗണ്ട് ഉണ്ടാകും. ഒരേപോലെയുള്ള ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ എലമെന്റ് ഉണ്ടാകും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഓരോന്നായിട്ടൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. ആറ്റം ഈസ് ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. All matters are made up of very small particles which is called atoms, which means atoms are the building block of any matter. Atoms cannot be divisible in a chemical reaction. Atoms can neither be created nor be destroyed in a chemical reaction. Atoms of the same elements are identical in all properties. Atoms of different elements are different in all properties. Pinneyo, atom is the smallest particle that take part in a chemical reaction. Atoms of different elements combine in a simple ratio to form compounds. Okay അല്ലേ? ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ.